യുദ്ധത്തിൽ ഇസ്രയേലിന് അടി പതറുന്നു. കിതച്ചു വീഴുകയാണ് ഇസ്രയേൽ സൈന്യം. ദിനംതോറും നിരവധി സൈനികരാണ് യുദ്ധക്കളത്തിൽ മരിച്ചു വീഴുന്നത്. ഇത് ഇസ്രയേലിനെ എങ്ങനെ ബാധിക്കും? ഇസ്രയേലിന് തോറ്റു മടങ്ങേണ്ടി വരുമോ? അമേരിക്ക കൈയൊഴിയുമോ? ഇതെല്ലാം പരിശോധിക്കാം. നമസ്കാരം, ഞാൻ അശ്വതി. ആഴ്ചകൾ നീണ്ട കടുത്ത പോരാട്ടങ്ങൾക്കിടയിലും ഹമാസ് ഇപ്പോഴും ശക്തമായി പോരാടുന്നു. അതിന്റെ സൂചന തന്നെയാണ് ഇസ്രയേലിന്റെ ഭാഗത്തുണ്ടായ സൈനിക നഷ്ടം. എന്നാൽ ഇസ്രായേൽ സൈനിക മരണങ്ങളുടെ വർദ്ധിച്ചു വരുന്ന കണക്കുകൾ യുദ്ധത്തിനുള്ള ഇസ്രയേലി പൊതുജന പിന്തുണയിൽ ഒരു പ്രധാന ഘടകമായി മാറാൻ സാധ്യതയുണ്ട്. എങ്ങനെയാണെന്നല്ലേ? ഒക്ടോബർ 7-ന് ഹമാസിന്റെ നേതൃത്വത്തിലുള്ള ഭീകരർ തെക്കൻ ഇസ്രയേലിൽ സാധാരണക്കാരെ ലക്ഷ്യമിട്ട 1200 പേരെ കൊല്ലുകയും 240 പേരെ ബന്ദികളാക്കുകയും ചെയ്തു. യുദ്ധം ഗാസ മുനമ്പിന്റെ ചില ഭാഗങ്ങൾ തകർത്തു. 20,000 പലസ്തീനുകൾ കൊല്ലപ്പെടുകയും 2.3 ദശലക്ഷമുള്ള ഗാസയിലെ ജനസംഖ്യയുടെ 85% ആളുകളെ മാറ്റിപ്പാർപ്പിക്കുകയും ചെയ്തു. ഹമാസിന്റെ ഭരണത്തെയും സൈനിക ശേഷിയെയും തകർത്ത ശേഷിക്കുന്ന 129 തടവുകാരെ മോചിപ്പിക്കുക എന്ന പ്രഖ്യാപിത ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ ഇസ്രായേൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നുണ്ട്. ഇസ്രായേലിന്റെ ആക്രമണങ്ങൾക്കെതിരെ അന്താരാഷ്ട്ര സമ്മർദ്ദം വർദ്ധിച്ചിട്ടും പലസ്തീനികൾ കൊല്ലപ്പെടുകയും അഭൂതപൂർവമായ ബുദ്ധിമുട്ടുകൾ അഭിമുഖീകരിക്കുകയും ചെയ്തിട്ടും ഈ പിന്തുണ സ്ഥിരമായി നിലകൊള്ളുന്നു. സൈനികരുടെ മരണനിരക്ക് വർദ്ധിക്കുന്നത് ആ പിന്തുണയെ ദുർബലപ്പെടുത്തും. ജൂത ഭൂരിപക്ഷവും നിർബന്ധിത സൈനിക സേവനവുമുള്ള ഇസ്രായേലിൽ സൈനികരുടെ മരണം സെൻസിറ്റീവും വൈകാരികവുമായ വിഷയമാണ്. മധ്യ തെക്കൻ ഗാസയിൽ നടന്ന പോരാട്ടത്തിൽ 13 അതിനേക്കാൾ ഏറെ സൈനികർ കൊല്ലപ്പെട്ടു കഴിഞ്ഞു. ഇനിയും കണക്കുകൾ പുറത്തു വന്നിട്ടില്ല. തീവ്രവാദ ഗ്രൂപ്പിനെ പരാജയപ്പെടുത്തിയെന്ന് ഇസ്രായേൽ അവകാശപ്പെടുമ്പോഴും മുന്നേറുന്ന ഇസ്രായേൽ സൈനികർക്കെതിരെ ഹമാസ് ശക്തമായ ചെറുത്തുനിൽപ്പ് തുടരുന്നതിന്റെ സൂചന തന്നെയാണിത്. കര ആക്രമണം ആരംഭിച്ചതിനു ശേഷം കൊല്ലപ്പെട്ട ഇസ്രായേൽ സൈനികരുടെ എണ്ണം ഏകദേശം 200 കടന്നു. ശനിയാഴ്ച രാത്രി കനത്ത മഴയിൽ ടെൽ അവീവിൽ ആയിരക്കണക്കിന് ആളുകളാണ് പ്രകടനം നടത്തിയത്. എന്തിനാണ്? നെതന്യാഹുവിനെ അദ്ദേഹത്തിന്റെ പേര് വിളിച്ച ബീബി ഞങ്ങൾക്ക് നിങ്ങളെ ഇനി വേണ്ട എന്ന് ആക്രോശിച്ചായിരുന്നു പ്രകടനം. സൈനിക നയപരമായ പരാജയങ്ങളുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ നെതന്യാഹു വിസമ്മതിക്കുകയും പോരാട്ടം അവസാനിച്ചതിനു ശേഷം ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം നൽകുമെന്നും പറയുന്നുണ്ട്. ഖാൻ യൂണിസിൽ പ്രവർത്തിക്കുന്ന അൽ അമാൽ ആശുപത്രിയുടെ കെട്ടിടത്തിനുള്ളിൽ ഇസ്രായേൽ ഡ്രോൺ ആക്രമണത്തിൽ 13 വയസ്സുള്ള ആൺകുട്ടിയാണ് മരിച്ചത്. മാത്രമല്ല, പലസ്തീൻ റെഡ് ക്രസന്റ് കൂടുതൽ വിവരങ്ങൾ നൽകിയിട്ടുമില്ല. ഇസ്രായേലിലും ഈ പറയുന്ന പലസ്തീനിലുമൊക്കെ മരണസംഖ്യ ദിനംപ്രതി കൂടുകയാണ്. അതേസമയം പലസ്തീനികൾക്കുള്ള മാനുഷിക സഹായം നേരത്തെ നൽകുന്നതിനും എല്ലാ ബന്ദികളെ മോചിപ്പിക്കുന്നതിനുമുള്ള പ്രമേയം UN രക്ഷാസമിതി പാസാക്കി. എന്നാൽ നിർദ്ദേശത്തിൽ വെടിനിർത്തലിനെ കുറിച്ച് പരാമർശമില്ല. UN പ്രമേയത്തെ തുടർന്ന് എങ്ങനെ എപ്പോൾ സഹായ വിതരണം ത്വരിതപ്പെടുത്തുമെന്ന് വ്യക്തമല്ല. യുദ്ധത്തിന് മുൻപുള്ള പ്രതിദിന ശരാശരി 500-ൽ നിന്ന് 100-ൽ താഴെ ട്രക്കുകൾ വെള്ളിയാഴ്ച ഗാസയിലേക്ക് പ്രവേശിച്ചുവെന്നൊക്കെ UN അറിയിച്ചിട്ടുണ്ട്. ഏതായാലും വരും ദിവസങ്ങളിൽ അറിയാം തുടർന്നുള്ള സംഭവ വികാസങ്ങൾ എന്തൊക്കെയായിരിക്കുമെന്ന്.